ഈ രക്തശാലി അരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അരികളുടെ രാജാവാണ്. നമ്മുടെ കല്ലടിയാരൻ, അടുക്കൻ, ചെന്നൽത്തൊണ്ടി, മരത്തൊണ്ടി, പാൽത്തൊണ്ടി, ജീരകശാല, ഗന്ധകശാല, തവളക്കണ്ണൻ, രക്തശാലി എന്നൊക്കെ പറയുന്ന അരിയുണ്ട്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥനായിട്ടുള്ള ചെറുവയൽ രാമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് ഞാൻ നെല്ലുവിത്ത് കളക്ട് ചെയ്ത് അതേപോലെ ഒരു 5 പ്രാവശ്യം വന്ന് താമസിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും വിഷമില്ലാതെ കൃഷി ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. കുറിച്ചിയറ തലവനാണ്. 150 വർഷം പഴക്കമുള്ള വീട്ടിലാണ്, പുല്ലുമേഞ്ഞ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ പോയിരുന്ന ഒരു രക്ഷയില്ല. നമ്മുടെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ വീടെന്ന് പറയാം. കാരണം അത്രയ്ക്ക് അതിനൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് എനിക്ക് ഈ നെല്ലുകൾ കിട്ടുന്നത്. അപ്പോൾ ഈ രക്തശാലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ ചരകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻ അരിയാണ് രക്തശാലി. നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടാനും അതുപോലെ തന്നെ പ്രായം കുറയാനും സൗന്ദര്യം വർദ്ധിക്കാനും അതുപോലെ തന്നെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല, ഇത് നെറ്റിലൊക്കെ നോക്കിയാലോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ പറയുന്നതും ഡോക്ടർമാർ പറയുന്നതൊക്കെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കൊട്ടാരങ്ങൾ ഇത് വിലക്കപ്പെട്ട അരി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വേറൊരാൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് മാത്രം കൃഷി ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അരിയാണ്. അത്ര ഗുണമേന്മയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ വെള്ളം കുടിച്ചാലും ഇതിൻ്റെ കഞ്ഞി കുടിച്ചാൽ ഇതിന് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുണ്ട്. കാരണം ഇതിനകത്ത് ഈ നമ്മുടെ തവിടുണ്ട്, തവിട് നിർത്തി കുത്തിയേക്കുക. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ, ഷുഗർ 100% വരുന്നത് ഗ്യാരണ്ടിയാണ്. കഞ്ഞി കഴിച്ച് നല്ല ടേസ്റ്റാണ്, നല്ല എനർജിയാണ്. കഞ്ഞിവെള്ളവും നല്ലതാണ്. വെള്ളം കൂട്ടി വേണം ഇത് കഞ്ഞി വെക്കാൻ. വളരെ കുറച്ച് മതി, കുറച്ച് സമയം മതി വേവാനും. അപ്പോൾ അങ്ങനെയുള്ളവരാണ്. ഇതിൻ്റെ നെല്ലൂടെ ഞാൻ കാണിക്കാം. ഇതിൻ്റെ നെല്ലാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് ചുമന്ന് തന്നെ ഇരിക്കും. നെല്ലാണ് ഇതിൻ്റെ. ഈ നെല്ലും ചുമന്നിരിക്കും, അരിയും ചുമന്നിരിക്കും. അപ്പോൾ ഈ പുസ്തകങ്ങളിലെല്ലാം നെല്ലിനെക്കുറിച്ചുള്ള പ്രധാന ഈ പുസ്തകങ്ങളിലെല്ലാം കാണിച്ചിരിക്കുന്നത് പോലും രക്തശാലി അരിയാണ്. അപ്പോൾ അത്ര പ്രാധാന്യമുണ്ട് ഇത്. അപ്പോൾ ഇത് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പല കർഷകരും ചെയ്യുന്നുണ്ട്. ചെറുവയൽ രാമേട്ടനാണ് കൂടുതലായിട്ട് നമുക്ക് ഈ നെല്ലുകളെല്ലാം അരിയെല്ലാം തരുന്നത്. ഞാൻ എന്നാൽ ഇത് മേടിച്ച് കുത്തിച്ചിട്ട് ഇവിടെ ഒരു എല്ലാവർക്കും എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നതിനെക്കാട്ടിലും വില കുറവായിട്ടാണ് കൊടുക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ 280 പൈതൃക നെൽവിത്തുകൾ നമ്മുടെ 140 പൈതൃക നെൽവിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട്. 140 ഉണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് ചെറുവയൽ രാമേട്ടൻ എനിക്ക് 20 തന്നെ തന്നെ ഇപ്പം 140 വെറൈറ്റി ആയി. കുറേ വർഷമായി. ഇപ്പം കേരളത്തിലുള്ള കുറേ കർഷകർ എൻ്റെ സുഹൃത്തുക്കളാണ്. ഇന്ത്യക്കകത്തുള്ള പല സംസ്ഥാനങ്ങളിലുള്ള കർഷകരുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവിടെ നിന്നെല്ലാം ഞാൻ കളക്ട് ചെയ്തിപ്പം 140 കൂടുതലായി. ഇതിപ്പം കർഷകർ ആരെങ്കിലും വന്നാൽ നമ്മൾ കൊടുക്കും. നെല്ലും കൊടുക്കും, അരിയും കൊടുക്കും. ഇപ്പോൾ കർഷകനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 കിലോ അല്ലെങ്കിൽ 1/2 കിലോ നെല്ല് കൊടുത്താൽ എനിക്ക് അതിൻ്റെ ഇരട്ടി തിരിച്ചു തരണം. പൈസ മേടിക്കത്തില്ല. പക്ഷെ അരിക്ക് പൈസ മേടിക്കും. കാരണം അത് കർഷകർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമുക്കിപ്പോൾ നെല്ലുകളെയും പൈതൃകമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അത് സാമ്പത്തികമല്ല. ഇപ്പം ഞാൻ നാടൻ ചക്കക്കുരു, നാടൻ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളിലെയും ഞാൻ പല സ്ഥലത്തായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഒട്ടുമാവ്, ഒട്ടുപ്ലാവ് ഇതൊക്കെ വന്ന് ശരിക്കും നമുക്ക് യാതൊരു പ്രയോജനം ഇല്ലാതെ വരുവാണ്. അത് മാത്രമല്ല പെട്ടെന്ന് നശിച്ചു പോകും. ഇപ്പോൾ തെങ്ങ് തന്നെ പെട്ടെന്ന് പോവുക. പക്ഷെ നമ്മുടെ നാടൻ തെങ്ങൊക്കെ 100 വർഷത്തിൽ കൂടുതൽ നിൽക്കുന്ന തെങ്ങുകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. നമുക്ക് പുതിയ തലമുറയിലുള്ള കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ 1 കിലോ കൊടുത്ത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% പിന്നെ ഇത് ഉപയോഗിക്കും. നമ്മളിവിടെ കൊടുക്കുന്ന 300 രൂപയ്ക്കാണ്. വെളിയിൽ 400, 450 കൊടുക്കുന്നുണ്ട്. ഒറിജിനലാണ്. ഇതിൻ്റെ 2-3 വെറൈറ്റി വേറെ ഉണ്ട്. പക്ഷേ ഒറിജിനൽ നെല്ല് രാമേട്ടൻ തരുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് കൊടുക്കുന്ന ഈ റേറ്റിനാണ്. പിന്നെ സാധാരണ വലിച്ചൂരി അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വില കുറവാണ് സാധാരണ. ഇതിനും ബ്ലാക്ക് റൈസിനുമാണ് നല്ല വിലയുള്ളത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വിശ്വസിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. തീർച്ചയായിട്ടും ഇതിനകത്ത് വേറൊരു കുഴപ്പം വരത്തില്ല. കാരണം ഇത് കർഷകരെ നമ്മൾ കുറച്ചുകൂടെ പ്രാധാന്യം കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ വിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഇത് വിൽക്കാനൊരു സ്ഥലം. നമ്മളൊരു കർഷകനെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൈസ കൊടുത്ത് സഹായിക്കുന്നതിനൊപ്പം അവൻ ഉൽപ്പാദിപ്പിക്കുന്ന എന്ത് സാധനമുണ്ടോ അത് വിൽക്കാനുള്ള